ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ 2023 ഏപ്രിലിൽ ലോഞ്ച് ചെയ്തു. ഇന്നേ വരെ ഏകദേശം 50,000 യൂണിറ്റുകൾ വിറ്റുപോയിട്ടുള്ള ഒരു വാഹനമാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മാരുതി സുസുക്കിയുടെ ഫ്രോൺസ് എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഗാഡി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വാഹനം ഇന്ത്യയിൽ 2023 ഏപ്രിൽ മാസം ലോഞ്ച് ചെയ്തു. ഇതുവരെ ഏകദേശം 50,000 യൂണിറ്റുകളാണ് ഈ ഒരു വാഹനം വിറ്റുപോയത്. നമ്മുടെയൊക്കെ ഒരു കണക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതീക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ മാരുതിയുടെ ഏറ്റവും കൂടുതലായിട്ട് വിൽക്കുന്ന വാഹനം സ്വിഫ്റ്റ് ആണെന്നാണ്. എന്നാൽ സ്വിഫ്റ്റ് അല്ല, ആ വാഹനത്തേക്കാൾ കൂടുതൽ സെയിൽ ഈ വാഹനത്തിന് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബലാനയുടെ ഒരു ലുക്കും, ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ പഴയ ഒരു എസ്ക്രോസിൻ്റെ ഒരു ലുക്കുമാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. രൂപഭംഗി കൊണ്ടും റോഡ് പ്രസൻസ് കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മുൻവശങ്ങളിലേക്ക് വരുമ്പോഴേക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു DRL കൊടുത്തിട്ടുണ്ട്. നോർമൽ വണ്ടികളിലെല്ലാം DRL താഴെയും ഹെഡ്ലൈറ്റ് മുകളിലായിട്ടാണ് വരുന്നത്. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഒരു അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ റോഡ് പ്രസൻസ് നമുക്ക് എടുത്തു കാണിക്കുന്നത് ഈ DRL ആണെന്ന് തന്നെ പറയാം. അതിന് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 3 സെക്ഷനായിട്ട് വരുന്ന ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതും വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ രൂപം ഏകദേശം നമ്മുടെ ടാറ്റയുടെ ഹാരിയർ പോലെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കമ്പനി ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെഡ്ലൈറ്റ് പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് കൊടുത്തിട്ട് പുറത്തേക്ക് ബമ്പറിൻ്റെ ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം മെയിനായിട്ടും ഈ ഹെഡ് ലാമ്പ് യൂണിറ്റ് താഴെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു ബൈക്കോ കാറോ എന്തെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഹാരിയറിൻ്റെയൊക്കെ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചിങ്ങനെ പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു തട്ടിൽ തന്നെ അത് പൊട്ടിപ്പോവും. പക്ഷേ ഇതിന് ആ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ രീതിയിലാണ് ഈ ഹെഡ് ലാമ്പ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ വലിയ ഒരു നോർമൽ വാഹനങ്ങളിൽ വന്നിരിക്കുന്നതിനേക്കാൾ വലിയ ഒരു സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു ക്രോം ഫിനിഷ് തന്നെയാണ്. അതിന് തൊട്ട് താഴെയായിട്ട് മറ്റൊരു ക്രോമിൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രൈ ആരോ, ടാറ്റയുടെ ട്രൈ ആരോ പാറ്റേൺ പോലെ തന്നെ, അല്ലെങ്കിൽ ട്രൈ ആരോ പാറ്റേൺ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാറ്റേണോട് കൂടിയിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഈ വാഹനത്തിന് മുൻവശങ്ങളിൽ നൽകിയിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് മുൻഭാഗത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബലാനോ ഒക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ ബലാനോ ആണെന്ന് നമുക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നുന്ന തരത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു എൻജിൻ യൂണിറ്റും അതിൻ്റെ ബോണറ്റും കൊടുത്തിട്ടുണ്ട്. ബോണറ്റിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള നോർമലി മാരുതിയുടെ വാഹനങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു മസിൽ പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നോർമലി വരുന്ന സൈഡ് മിററിനകത്ത് ഇൻഡിക്കേറ്റർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സൈഡ് 4 സൈഡിലും, ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി 4 സൈഡും കറങ്ങി ഫ്രണ്ടിൽ തന്നെ അവസാനിക്കുന്ന ഒരു ബ്ലാക്ക് യൂണിറ്റും നൽകിയിട്ടുണ്ട്. അതും വളരെ മനോഹരമായിട്ടുണ്ട്. കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് ക്ലിയറൻസ് അത്യാവശ്യം ഉണ്ടെങ്കിലും എവിടെയെങ്കിലും തട്ടിയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ നിന്നൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതും വളരെ മനോഹരമായിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു R16 അലോയ് വീൽ നൽകിയിട്ടുണ്ട്. മുന്നിൽ നിന്ന് പുറകിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു ഹെഡ് യൂണിറ്റാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിസ്സംശയം നമുക്ക് പറയാനാകും, മുന്നിലിരിക്കുന്ന ആളിനെക്കാട്ടിൽ ബാക്കിലിരിക്കുന്ന ആളിന് ഹെഡ് സ്പേസ് കുറവായിരിക്കും. പിന്നെ നോർമലി മാരുതിയുടെ വാഹനങ്ങളിൽ ഈ ക്രോമിൻ്റെ എലമെൻറ്റ് വല്ലാതെ, അല്ലെങ്കിൽ ക്രോമിൻ്റെ എവിടെയൊക്കെ ക്രോം കയറ്റാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ക്രോം കയറ്റുന്ന ഒരു വാഹന നിർമ്മാതാക്കളാണ് മാരുതി എന്ന് പറയുന്നത്. ഈ വാഹനത്തിൽ എന്തായാലും ഫ്രണ്ടിൽ
ഒരു ക്രോമിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ പിന്നെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ സാധാരണ മാരുതി ഡോർ ഹാൻഡിൽ, ഈ സൈഡ് മിററിൻ്റെ വശങ്ങൾ അവിടെ എല്ലാം ക്രോം കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ അത് ഈ വാഹനത്തിലില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻപിലെ പോലെ തന്നെ ബാക്കിലും ക്രോമിൻ്റെ അതിപ്രസരമൊന്നുമില്ല. ഫ്രോൺസ് എന്നുള്ള ഒരു ബാഡ്ജിങ്ങും സുസൂക്കിയുടെ ഒരു ലോഗോയും മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡിൽ ക്രോമിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറയാനായിട്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സുസൂക്കിയുടെ എസ് ക്രോസ് എന്നുള്ള ആ ഒരു മോഡലിനെ അനുസ്മരിപ്പിക്കും വിധം ഉള്ള ഒരു ബാക്ക് പോർഷനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബമ്പർ വരുമ്പോഴത്തേക്ക് ഒരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ബ്ലാക്കും സിൽവറും കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു റെഡ് അല്ലെങ്കിൽ വണ്ടിയുടെ കളർ ഏതാണോ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിവിശാലമായിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിവിശാലം എന്ന് പറയുമ്പോൾ ആ വിശാലത മാരുതി നിങ്ങളോട് കാണിക്കുക നിങ്ങൾ വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷൻ എടുക്കുന്നെങ്കിൽ മാത്രമായിരിക്കും. ഇതിപ്പോൾ 2 യൂണിറ്റ് ബ്രേക്ക് ലൈറ്റും അതിന് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ഭാഗം ജസ്റ്റ് ഒരു ഷോ മാത്രമാണ്. ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾ എടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് കത്തുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഷോയ്ക്ക് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എയറോ ഡൈനാമിക് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, മുൻപിൽ നിന്ന് ബാക്കിലേക്ക് ചരിഞ്ഞിറങ്ങുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വാഹനം മാരുതിയുടെ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ മാരുതിയുടെ സെയിൽസിനെ മാരുതി സ്വിഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രതിഫലനം കടത്തിവെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ വാഹനത്തിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചകൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വശങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിനോട് മാച്ച് ചെയ്യുന്ന ഒരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡാണ് ഈ വാഹനത്തിൻ്റെ ഉൾവശങ്ങളിൽ നൽകിയിരിക്കുന്നത്. നോർമലി നമ്മുടെ പഴയ സ്വിഫ്റ്റിൽ നിന്ന് പുരോഗമനമുണ്ടായ പുതിയ സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെഹിക്കിളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ അകമേ നിന്നുള്ള കാഴ്ചകൾ. സീറ്റിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. സീറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി മാരുതിയുടെ വാഹനങ്ങളിൽ വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കപ്പ് സീറ്റ് എന്ന് തന്നെ പറയാം. കാലിൻ്റെ 2 സൈഡും സപ്പോർട്ട് വരുന്ന അത്യാവശ്യം ലെഗ് സ്പേസ് ഉള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഹെഡ് സ്പേസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന ആളിന് അത്യാവശ്യം നല്ല ഹെഡ് സ്പേസും ബാക്കിലിരിക്കുന്ന ആളിന് വളരെ മോശമല്ലാത്ത ഒരു ഹെഡ് സ്പേസ്. എന്നെ പോലെ കുറച്ച് ഹൈറ്റുള്ള ആളുകൾക്ക് പുറകിലിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും വളരെ മനോഹരമായിട്ടുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അപ്ഡേഷനുകളാണ് മാരുതി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ അറിവിൽ മാരുതി ചെയ്യുന്ന അപ്ഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് കൂട്ടുക, സേഫ്റ്റി കുറയ്ക്കുക, ഇത്ര മൈലേജ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് സേഫ്റ്റി കുറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അപ്ഡേഷൻസാണ് മാരുതി നോർമലി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തരം മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഒരു വാഹനം പുറത്തിറക്കുമെന്ന് നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. മാരുതിയുടെ പല വാഹനങ്ങളും പുറം രാജ്യങ്ങളിലൊക്കെ നല്ല ഡിസൈനുകളിൽ ഇറങ്ങുമ്പോഴും നമ്മൾ ഇന്ത്യക്കാർ ആ വാഹനങ്ങളുടെ ഡിസൈൻ കണ്ട് മാത്രം കൊതിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് മാരുതി ഇന്ത്യയിലേക്ക് പുതിയ തരത്തിലുള്ള വാഹനങ്ങൾ ഇറക്കാൻ അല്ലെങ്കിൽ പുതിയ മോഡലിലുള്ള വാഹനങ്ങളൊക്കെ ഇറക്കാനായിട്ട് തുടങ്ങി. അതിൽ വളരെ സന്തോഷമുണ്ട്. അത് ടാറ്റ പോലുള്ള അല്ലെങ്കിൽ നിസാൻ പോലുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്ന് അവരുടെ പുതിയ വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകളിൽ കൂടുതലായിട്ട് വിറ്റഴിയാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് ഒരു സംശയവും കൂടാതെ പറയാനാകും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഫാരിസ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഒരു വാഹനത്തിൻ്റെ സ്പെക്സോ കാര്യങ്ങളോ ഒന്നുമല്ല. നാളെ ഒരു കാലത്ത് ഒരാൾ ഈ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുൻപ് വാങ്ങിയിട്ടുള്ള ഒരാളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ആ വാഹനം വാങ്ങിയത് അല്ലെങ്കിൽ ആ വാഹനം വാങ്ങിയതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ വാഹനത്തിൻ്റെ സ്പെക്ക് അല്ലെങ്കിൽ ഇത്രയാണ് വാഹനത്തിൻ്റെ റേഞ്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാളെ ഒരാൾ ഈ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഈ വാഹനം കൊണ്ടുണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഫാരിസ് നമ്മളിവിടെ ഉണ്ട്. നമുക്ക് ഫാരിസിനോട് സംസാരിക്കാം. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം.
ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഓണറായിട്ടുള്ള ഫാരിസ്. സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടിരിക്കുന്നു. പുള്ളി ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനം എന്തുകൊണ്ടാണ് ഈ ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലായിട്ടും വിറ്റ് പോകുന്ന കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ പോലുള്ള കമ്പനികളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സുസുക്കിയുടെ വാഹനം തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം? സുസുക്കി എടുക്കാൻ കാരണമായിട്ട് ഫ്രോങ്സ് എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ ഇറങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഡിസൈൻസ് ബെറ്ററാണ് കമ്പയർഡ് ടു ടാറ്റ. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു DRL ആയിരിക്കും. അതെ, DRL ആണ് കറക്റ്റായിട്ട് വരുന്നത്. കാര്യം ഇപ്പം ഈ ഒരു സെഗ്മെന്റിലുള്ള വണ്ടിക്കൊന്നും ഈ ഒരു ലൈറ്റ് വരുന്നില്ല. സോ ഒരു ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു. പിന്നെ കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. ഇപ്പോൾ നേരത്തെ സുസുക്കിയുടെ വാഹനം തന്നെയാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഇപ്പം റീസെൻ്റായിട്ട് ഞാനൊരു വാഗനർ യൂസ് ചെയ്തിരുന്നു. ബട്ട് അതിൻ്റെ അകത്തോട്ട് വന്നപ്പോൾ നല്ല വ്യത്യാസമുണ്ട്, ഡ്രൈവിന് വ്യത്യാസമുണ്ട്. വാഗനർ എന്ന് പറയുമ്പോൾ പഴയ മോഡൽ, പുതിയ മോഡൽ ഓട്ടോമാറ്റിക്. ഇതും ഓട്ടോമാറ്റിക് ആണ്. അതെ, ഇതും ഓട്ടോമാറ്റിക്. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രം? സാധാരണയായി മാനുവലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലോങ് പോകാൻ നേരം ഓട്ടോമാറ്റിക് പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇപ്പം സിറ്റിക്കകത്തോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് ചെന്നൈയിൽ സിറ്റിക്കകത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല. ഗിയർ ചേഞ്ച് ചെയ്യുക, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അതിന് മേളിലോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ലെറ്റ്സ് പകുതി പണി വണ്ടി ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് അത് നോക്കാതിരിക്കുന്നത്? പകുതി പണി വണ്ടി ചെയ്യും, ബാക്കി പകുതി നമ്മൾ ചെയ്യും. അതെ, മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പണി നമ്മൾ ചെയ്യണം. അതെ, നമുക്ക് മനസ്സിലാകാം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹൈവേയുടെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. നമ്മുടെ നാട്ടിൽ കൂടെ തന്നെ വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചെന്നൈ പോലുള്ള ഒരു സിറ്റിയിൽ ഒരു വാഹനം യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു വാഹനം വാങ്ങിച്ചിടും. ഓട്ടോമാറ്റിക് തന്നെ ഏറ്റവും ചെറുത് ഒരെണ്ണം മേടിച്ചിടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ വിഷയം മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പം 3100 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. ഇപ്പം സെക്കൻഡ് സർവീസ് അടുത്ത 5000-ലാണ്. 5000-ൽ സെക്കൻഡ് സർവീസാണ്. ഈ ഒരു 3000 കിലോമീറ്റേഴ്സ് യൂസ് ചെയ്ത ഒരു യൂസർ എന്നുള്ള രീതിയിൽ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഒരു വാഹനം എടുത്തിട്ട് അത് പവറുണ്ടോ കാര്യങ്ങളല്ല ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ മാരുതിയിൽ നിന്ന് പുതിയ മാരുതിക്ക് വ്യത്യാസങ്ങളുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ബിൽഡ് ക്വാളിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ട്. നേരത്തെ സ്വിഫ്റ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എത്രയോ ബെറ്റർ ആണ്. കാരണം അകത്തുള്ള ബിൽഡ് ക്വാളിറ്റി വളരെ മോശമായിരുന്നു നേരത്തെ. ഇപ്പൊ അത് മാറി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ മാരുതി പറയുന്നത് ലിറ്ററിന് 30 കിലോമീറ്റർ അല്ലെങ്കിൽ 26 കിലോമീറ്റർ. എനിക്ക് തോന്നുന്നു ഈ വാഹനങ്ങൾക്കൊക്കെ ഇപ്പോൾ മൈലേജ് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബോഡിക്ക് കുറച്ചും കൂടി ഒരു വെയിറ്റ് കൊടുത്തു, അല്ലെങ്കിൽ സേഫ്റ്റി അവർ മുൻഗണന കൊടുത്തപ്പോഴത്തേക്ക് മൈലേജ് കുറച്ചു നല്ല കുറഞ്ഞു, ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും കുഴപ്പമില്ല, ബോഡി ഒന്നും യാതൊരു പ്രശ്നമില്ല, നമുക്ക് മൈലേജ് കിട്ടിയാൽ മതി, ആ ഒരവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ബ്രാൻഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല. ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്കറിയാം, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്കറിയാം. കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, ഞാനും ടാറ്റ ഉപയോഗിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്കറിയാം. പക്ഷേ നമ്മളത് മൈലേജ് കൺസിഡർ ചെയ്യാറില്ലായിരുന്നു. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇന്ത്യൻ നിരത്തുകളിൽ ഒരു വാഹനം ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഷോറൂമിൽ പോയിട്ട് ചോദിക്കുന്നത് വിലയല്ല ചോദിക്കുന്നത്, മൈലേജാണ്. ചേട്ടാ എത്ര മൈലേജ് കിട്ടും, അതിൽ നിന്ന് വ്യത്യാസമുണ്ട് അല്ലേ? അതെ. ഇപ്പോൾ നമ്മൾ മൈലേജ് അല്ല നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നത് എത്ര സേഫ്റ്റി, അല്ലെങ്കിൽ സേഫ്റ്റിക്ക് എത്ര സ്റ്റാർ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട് നമ്മളൊരു വാഹനം എടുക്കുന്നതിന് മുമ്പ് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലോങ് എവിടം വരെയൊക്കെ പോയിട്ടുണ്ട്? ലാസ്റ്റ് കൊടൈക്കനാൽ പോയിരുന്നു. ലൈക്ക് ഹില്ലി ഏരിയ ആയാലും ഇത് ഓട്ടോമാറ്റിക് തന്നെ ഫുള്ള് കയറി പോകുന്നുണ്ട്. ഹില്ലൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ആകെ ഒരു പ്രശ്നം വരിക എന്ന് പറയുമ്പം, ഇപ്പം ലെറ്റ്സ് ഓവർടേക്ക് ചെയ്യാൻ നേരം ഒന്ന് പതുങ്ങുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെതായിട്ട് ഒന്ന് പതുങ്ങിയിട്ട് ലെറ്റ്സ് ഫോർത്തിൽ നിന്ന് തേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പതുക്കം വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഓക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മാനുവലിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള റൂട്ട് എടുത്തിട്ട് പോകാം. അപ്പം പ്ലസ് മൈനസ് ചെയ്ത് പോവാം. അതൊരു ഗുഡ് പോയിന്റ് ആണ്. പിന്നെ ലെറ്റ്സ് ഇപ്പം നമ്മൾ മാനുവലി തന്നെ ഇട്ടാൽ തന്നെ ഇപ്പം ആ RPM 2000 മേളിൽ RPM പോകാണ്ട് അത് ഷിഫ്റ്റ് ചെയ്യാൻ സമ്മതിക്കുകയില്ല. ലൈക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്താലും അത് തേർഡിൽ തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ പ്രേക്ഷകരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പക്ഷേ ഞാനത് അവസാനം ചോദിക്കത്തുള്ളൂ. ഈ ഒരു വാഹനം എടുത്ത സമയത്ത് മാരുതിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും മാരുതി വേണ്ട, അല്ലെങ്കിൽ എന്തിനാണ് മാരുതി എടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്?
ഇപ്പം ഒരു 2 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഞാനും മാരുതി വേണ്ട എന്ന് മാത്രമേ പറയത്തുള്ളായിരുന്നു. കാര്യം സേഫ്റ്റി ഒട്ടും ഇല്ലായിരുന്നു. ഇപ്പം ലാസ്റ്റ് ടെസ്റ്റ് നടത്തിയപ്പോഴെല്ലാം മാരുതിയുടെ വണ്ടി ഇപ്പം ബെറ്റർ ആയിട്ടുണ്ട്. ലെറ്റ്സ് 1 സ്റ്റാർ കിട്ടിയിരുന്ന രീതിയിൽ നിന്ന് മാറി 3 സ്റ്റാറും 4 സ്റ്റാറിലോട്ടും കയറുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ? അതെ, ഇരുന്നിട്ടുണ്ട്. ഹെഡ് സ്പേസ് എങ്ങനെയുണ്ട്? അത് കറക്റ്റാണ്. സാധാരണ എനിക്ക് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വണ്ടികൾക്ക്. പക്ഷേ ഇത് കറക്റ്റായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, കംഫർട്ടബിൾ ആണ്. ഹെഡ് സ്പേസ് അത്യാവശ്യം. കാര്യം ഞാൻ ചോദിച്ചത് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു എയറോഡൈനാമിക് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ നിന്ന് ബാക്കിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ടൈപ്പാണ് ഇപ്പോൾ വരുന്ന മിക്ക വാഹനങ്ങളുടെയും. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ എനിക്ക് തന്നെ ആണെങ്കിലും ഫാരിസിനെക്കാട്ടിൽ ഹൈറ്റ് കുറവാണ്. അപ്പോൾ എനിക്ക് തന്നെ ബാക്കിലിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അപ്പോൾ എന്നേക്കാൾ ഹൈറ്റുള്ള ഒരാൾക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ 3000 കിലോമീറ്റർ കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് ചെയ്തു. അതെ, ഫസ്റ്റ് സർവീസ് ചെയ്ത സമയത്ത് സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അത് സർവീസ് കോസ്റ്റ് ഒന്നും നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ടില്ല. ഒന്നും വാങ്ങിയിട്ടില്ല. ടോട്ടലി കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. ലെറ്റ്സ് സേ 10,000 സർവീസിനായിരിക്കാം ചാർജ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു തേർഡ് സർവീസിനാണ്. അത് ഓയിലിന് മാത്രമായിരിക്കും ചാർജ് ചെയ്യുന്നതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. നോക്കാം, സമയം. ഓയിൽ ഫിൽറ്റർ, ലൈക്ക് വീൽ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണ്? ഇത് കംഫർട്ടബിൾ ആണ്. ലൈക്ക് ബെലനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഇച്ചിരി കൂടെ പൊക്കം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഓഫ് റോഡ് ചെറുതായിട്ട് പോയെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ വന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടി നമുക്ക് ഒരു ബെലാനോ പഴയ എസ്ക്രോസ് രണ്ടിനെ കൂടെ ഒരു ക്രോസ് ആണ് അല്ലേ? അതെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു വണ്ടി കണ്ട സമയത്ത് നമ്മുടെ ഇൻഡസിൽ ഈ വണ്ടി തന്നില്ല, പാരീസിന് വണ്ടി തന്ന അഭിലാഷാണ് ഈ ഒരു വണ്ടി തന്നെ ആദ്യം കൊണ്ടുവന്ന് കാണിച്ച സമയത്ത് എനിക്ക് ആദ്യം തോന്നിയത് ഈ എസ്ക്രോസ് മാരുതി നേരത്തെ നിർത്തിയതല്ല. പിന്നെ ഇവർ ഇത് വീണ്ടും തുടങ്ങി. അപ്പോൾ പുള്ളി പറഞ്ഞതല്ലേ, ഫോൺസ് എന്ന് പറയുന്ന പുതിയ മോഡലാണ്, ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അന്ന് തൊട്ട് പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ഫ്രോൺസ് എന്ന് പറയുന്ന ഒരു വണ്ടി കംപ്ലീറ്റ് ആയിട്ട്. കാര്യം വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 7 മാസം കഴിഞ്ഞു ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ട്. 7 മാസം കഴിഞ്ഞു. ഇത്രയും നാൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്യാതെ ഇരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ വെറുതെ ഒരു വണ്ടി എടുത്തിട്ട് ഇതിൻ്റെ എൻജിൻ ഇത്രയാണ്, അല്ലെങ്കിൽ ഇത്ര ലിറ്ററിൻ്റെ എൻജിനാണ്, ഇത്രയാണ് ഇതിൻ്റെ ടയറിൻ്റെ സൈസ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരാൾ ഈ ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം. ഈ വാഹനത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെറിറ്റ്സ് ഉണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതാണ് ഇത്രയും ലേറ്റായി പോയതിൻ്റെയും കാരണം. അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വേറൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഇത് ഫുൾ ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ നിൽക്കുന്ന മോഡലാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ 1 ലിറ്ററിൻ്റെ ഫുൾ ഓപ്ഷൻ ആണ്. 1 ലിറ്ററിൻ്റെ ഫുൾ ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഡെൽറ്റ പ്ലസ്. അപ്പോൾ ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ഇല്ല. അതെ, റിവേഴ്സ് ക്യാമറ ഇൻബിൽഡ് ആയിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കൈ കിട്ടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഇല്ല. സോ അതിന്റെ പുറകെ പോകാൻ പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല, പോയില്ല. പക്ഷെ ഉടനെ പോകും. അതെ, അത് അത്യാവശ്യമായിട്ട് വരുന്നു. കാര്യം ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് റിവേഴ്സ് എടുക്കാൻ നേരം ചില സമയങ്ങളിൽ. ഫോർ എക്സാമ്പിൾ ഗ്ലാസിൻ്റെ അകത്തൂടെ നോക്കിയാൽ ഫുള്ള് കാണാൻ പറ്റത്തില്ല. ബാക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ബാക്കിയുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ചെറുതാണ്. സോ ഈ ഫ്രണ്ടിലിരുന്ന് മിററിൽ നോക്കുമ്പോൾ കാണാൻ പറ്റിയല്ല കറക്റ്റായിട്ട്. സോ ബാക്ക് റിവേഴ്സ് ക്യാമറ ഒരു മാൻഡേറ്ററി ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അത് ഉടനെ തന്നെ അത് ചെയ്യണം. അതെ. അപ്പോൾ ആ റിവേഴ്സ് ക്യാമറ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടി വരത്തില്ല. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിന്റെ ആ ഒരു യൂണിറ്റ് വരുന്നത് ഇല്ല, അത് മാറ്റേണ്ടി വരില്ല. സോ അതൊരു ആഡ് ഓൺ പോലെ മാത്രമാണ്. സോ ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇൻബിൽഡ് സിസ്റ്റത്തിന്റെ അകത്ത് സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സെൻസേഴ്സ് ഉണ്ട്. സോ ഒരു 4 സെൻസറായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ലെറ്റ്സ് സേ ഒരു റൈറ്റ് സൈഡിൽ ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ബീപ്പ് അടിക്കും, വിത്ത് ഡിജിറ്റലായിട്ട് ബീപ്പ് അടിക്കുന്നുണ്ട്. സോ ഓക്കെ ആണ്, ബട്ട് ഇറ്റ് നീഡ്സ് ടു ഇംപ്രൂവ്. ഓക്കെ, ഈ ഒരു വണ്ടി വാങ്ങിയ സമയത്ത് എത്രത്തോളം കോസ്റ്റ് ആയിട്ടുണ്ട്? 11 lakh ആണ് ആയിട്ടുള്ളത് ഓൺ റോഡ് പ്രൈസ്, അതായത് ടാക്സ് എല്ലാം ഉൾപ്പെടെ 11 lakhs. ഓക്കെ, ഇനി നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ചോദ്യത്തിലേക്ക് വെക്കാം. കറന്റ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? എനിക്ക് 16 ആണ് മൈലേജ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 15 to 16 റേഞ്ച് ആണ്.
സാധാരണ ഓട്ടത്തിന്. ലെറ്റ്സ് സേ ലോങ് പോവുകയാണെന്നുണ്ടെങ്കിൽ 18 വരെ മാക്സിമം കിട്ടുന്നുണ്ട്, അതിന് മേളിൽ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു 18 എന്ന് പറയുന്നതിൽ സന്തോഷവാനാണ്. ഓക്കെയാണ് കാര്യം. ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ, വാഗനാർ എന്ന് പറയുന്ന ഒരു വണ്ടി ഓൾമോസ്റ്റ് ഓൾറെഡി കയ്യിലുണ്ട്. അതിന് കിട്ടുന്ന മൈലേജിൽ നിന്ന് അതേ കമ്പനിയുടെ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് മൈലേജ് കുറഞ്ഞു പോയി എന്ന് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. കാര്യം അതിനനുസരിച്ചുള്ള പെർഫോമൻസ് വരുന്നുണ്ടെങ്കിലും സേഫ്റ്റി ഉണ്ടെങ്കിൽ സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ വിത്ത് ദിസ്. അതെ, ഞാനും നമ്മുടെ പ്രേക്ഷകരോട് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നമുക്ക് മൈലേജ് അല്ല പ്രധാനം, നമുക്ക് സേഫ്റ്റിയാണ് വേണ്ടത്, അല്ലേ? നമ്മുടെ ഇന്ത്യയിലെ റോഡുകളിൽ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യുക, സേഫായിട്ട് തന്നെ യാത്ര ചെയ്യുക, എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.